ഹലോ, നമസ്കാരം. ഞാൻ ജെബ. അപ്പോൾ ഇന്ന് നിങ്ങൾ തമ്മിൽ കണ്ട പോലെ ഇന്ന് ഞാൻ വുഡ് പീസുമലോട്ട് ഈസി ആയിട്ട് ഫോട്ടോസ് എങ്ങനെ ട്രാൻസ്ഫർ ചെയ്തെടുക്കാമെന്നാണ് കാണിച്ചു തരാൻ പോകുന്നത്. സോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇതിനാവശ്യമായ മെറ്റീരിയൽസിനെ കുറിച്ച് ഞാൻ ആദ്യം പറയാം. ഇതുപോലത്തെ വുഡൻ പീസസ് ആണ് ഞാനിവിടെ ഉപയോഗിക്കാൻ പോകുന്നത്. ഈ ഫസ്റ്റ് ഇരിക്കുന്ന ചെറിയ പീസ് എനിക്ക് തോന്നുന്നു പണ്ട് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ്. ഇതുപോലത്തെ കുറേ പീസസിൻ്റെ സെറ്റായിരുന്നു. അപ്പോൾ ഇന്ന് ഈ ചെറിയ വുഡ് പീസാണ് ഉപയോഗിക്കാൻ പോകുന്നത്. അടുത്തത് മോഡ് പോജാണ് ആവശ്യം. ഞാനിവിടെ ഫെവിക്രിലിൻ്റെ മോഡ് പോജ് ഗ്ലോസ് ആണ് ഉപയോഗിക്കുന്നത്. ഞാനിത് കൂടുതലും ഡെക്കോപാജ് ക്രാഫ്റ്റ് ചെയ്യാനാണ് ഉപയോഗിക്കാറ്. നിങ്ങളുടെ കയ്യിൽ ഈ ഗ്ലൂ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഫെവിക്കോൾ യൂസ് ചെയ്തിട്ട് ഹോം മെയ്ഡ് മോഡ് പോജ് ഉണ്ടാക്കാം കേട്ടോ. അതിൻ്റെ ലിങ്കും ഈ പ്രൊഡക്റ്റിൻ്റെ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പിന്നെ ഫോട്ടോ ട്രാൻസ്ഫറിങ്ങിന് മാത്രം സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഗ്ലൂസ് അവൈലബിൾ ആണ് കേട്ടോ. ഇൻസ്റ്റൻറ്റ് ഇമേജ് ട്രാൻസ്ഫർ ജെൽ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പോൾ കറൻ്റ്ലി എൻ്റെ കയ്യിൽ അതില്ലാത്ത കാരണം ഞാൻ മോഡ് പോജാണ് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തത് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഫോട്ടോ സെലക്ട് ചെയ്യുക. എൻ്റെ ഫ്രണ്ട് കട്ട BTS ഫാനാണ്. സോ അവൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ ഓൾറെഡി ഈ ഫോട്ടോ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ വുഡിൻ്റെ സൈസ് അനുസരിച്ച് ഇത് എഡിറ്റ് ചെയ്ത് പ്രിൻ്റ് എടുക്കണം. പിന്നെ വേറൊരു കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം, ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. ഇതിനു വേണ്ടി ഫോട്ടോ പ്രിൻ്റ് എടുക്കുമ്പോൾ ഫോട്ടോ ഫ്ലിപ്പ് ചെയ്ത് പ്രിൻ്റ് എടുക്കണം. ഇല്ലെങ്കിൽ മിറർ ഇമേജ് ആയിട്ടേ ട്രാൻസ്ഫർ ആവുള്ളൂ. ഞാൻ ഇവിടെ സാധാ ഫോട്ടോ പേപ്പർ തന്നെയാണ് യൂസ് ചെയ്യുന്നത് പ്രിൻ്റ് എടുക്കാൻ. എൻ്റെ വുഡ് സർക്കിൾ ഷേപ്പ് ആയതുകൊണ്ട് ഞാൻ സർക്കിളായിട്ട് തന്നെയാണ് പ്രിൻ്റ് എടുക്കുന്നത്. ഞാനിനി ഫോട്ടോയുടെ ഈ ഒരു ചെറിയൊരു ബോർഡർ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് സെയിം സൈസായിട്ട് ഈ ഫോട്ടോ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ട്രാൻസ്ഫർ ചെയ്തെടുക്കുന്നതിനേക്കാൾ മുൻപ് നമുക്ക് ഈ വുഡ് ഒന്ന് സാൻഡ് പേപ്പർ വെച്ചിട്ടൊന്ന് ഉരച്ചു കൊടുക്കണം. ഈ വുഡ് ശരിക്കും ക്ലീനാണ്, പക്ഷെ എന്നാലും അൺഈവനായിട്ട് എന്തെങ്കിലും പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ അത് പോയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് ട്രാൻസ്ഫർ ചെയ്യണേന്ന് നോക്കാം. ആദ്യം മോഡ് പോജ് എടുക്കുക. എന്നിട്ട് കുറച്ചധികം ക്വാണ്ടിറ്റിയിൽ വുഡുമിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഫ്ലാറ്റ് ബ്രഷ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈവനായിട്ട് മോഡ് പോജ് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ഫോട്ടോയുടെ മുകളിലും മോഡ് പോജ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ കയ്യിൽ ഗ്ലൂ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഹോം മെയ്ഡായിട്ട് മോഡ് പോജ് ഉണ്ടാക്കാം കേട്ടോ. വെറും ഫെവിക്കോളും വെള്ളവും മാത്രം മതി. ഞാൻ അതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫോട്ടോ എടുത്തിട്ട് വുഡുമലോട്ട് അപ്സൈഡ് ഡൗൺ ആയിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് ആ ഫോട്ടോ പ്രസ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് റബ്ബ് ചെയ്ത് വുഡുമലോട്ട് പിടിപ്പിക്കുക. ഇനി അടുത്ത് നമുക്കിത് ഡ്രൈ ആക്കാൻ വെക്കണം. മാക്സിമം ഒരു 24 hours എങ്കിലും ഡ്രൈ ആക്കാൻ വെക്കണം, ഇല്ലെങ്കിൽ കൊളാവാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ഫോട്ടോ ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് സോക്ക് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ നന്നായിട്ട് സോക്ക് ചെയ്തതിന് ശേഷം ജെൻറ്റിലായിട്ട് റബ്ബ് ചെയ്ത് കൊടുക്കുക. മെല്ലെ റബ്ബ് ചെയ്ത് ബാക്കിൽ ആ വൈറ്റ് പേപ്പർ ഇങ്ങനെ കളഞ്ഞുകൊണ്ടേയിരിക്കുക. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഒഴിച്ചിട്ട് റബ്ബ് ചെയ്തുകൊണ്ടേയിരിക്കുക. നിങ്ങൾ ചെയ്യുമ്പോൾ മാക്സിമം ജെൻറ്റിലായി ചെയ്യാൻ നോക്കുക. കാരണം ഭയങ്കര ഹാർഷായിട്ട് ചെയ്താൽ ഫോട്ടോ ഒലിഞ്ഞു പോരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ബി ജെൻറ്റിൽ ആസ് പോസിബിൾ. അപ്പോൾ ഇങ്ങനെ ചെയ്യും തോറും താഴത്തെ ഫോട്ടോ നമുക്ക് വിസിബിളായിട്ട് വരും.
അപ്പോൾ നമ്മുടെ ഫോട്ടോ അടിപൊളിയായിട്ട് ട്രാൻസ്ഫർ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇതിനു മുൻപ് ഇതുപോലെ തന്നെ ഞാൻ എൻ്റെ ഫ്രണ്ടിന് ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് അവൻ്റെ ചൈൽഡ്ഹുഡ് ഫോട്ടോ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിരുന്നു. അപ്പോൾ ഇത് നല്ലൊരു ഗിഫ്റ്റ് ഐഡിയയും കൂടെയാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ആൻഡ് ഇഫ് യു ആർ സ്റ്റിൽ വാച്ചിങ് ദിസ് വീഡിയോ, പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്. ആൻഡ് ഫീഡ്ബാക്സ് എല്ലാം കമൻസിലൂടെ അറിയിക്കുക. അൺടിൽ ദെൻ, ബൈ.